പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ാം ക്ലാസ്സിൻ്റെ മാത്സ് മലയാളം മീഡിയം ഉള്ളവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ തന്ന വർക്കുകൾ നോക്കാം. ഫസ്റ്റത്തെ ഇതായിരുന്നു പുസ്തക നമ്പർ. സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ ശേഖരിച്ചു. 1ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങളാണ് ചുവടെ കാണുന്നത്. അവയ്ക്ക് ക്രമമായിട്ട് നമ്പർ നൽകാമെന്നാണ്. 109, 110, 111 വരെ കൊടുത്തിട്ടുണ്ട്. അടുത്ത എത്രയായിരിക്കും? 112. നെക്സ്റ്റ് 113, 114, 115, 116 ഇവിടെ തന്നെയുണ്ട്. 117 ഉണ്ട്. 118, 119, 120, 121, 122, 123, 123 കേട്ടോ, 124. ഓക്കെ. ദെൻ 2ാം ദിവസം അവർ ശേഖരിച്ചത് 34 പുസ്തകങ്ങളായിരുന്നു. എങ്കിൽ അവസാനത്തെ പുസ്തകത്തിൻ്റെ നമ്പർ എത്ര? അപ്പോൾ ഇത് 124 വെച്ച് അവസാനിച്ചേക്കണം ഈ നമ്പർ. ഇനി തുടർച്ചയായിട്ട് 34 കൂടി നമ്പർ കൊടുക്കണ്ടേ? അപ്പോൾ 124ൻ്റെ കൂടെ 34 കൂട്ടുക. 124 + 34, അപ്പോൾ നമുക്ക് 158 കിട്ടും. അതാണ് അവസാനത്തെ ബുക്കിൻ്റെ നമ്പർ കേട്ടോ. ഇനി 5ാം ദിവസം ശേഖരിച്ച പുസ്തകങ്ങൾക്ക് 253 256 വരെ നമ്പർ നൽകി. എങ്കിൽ എത്ര പുസ്തകങ്ങൾ 5ാം ദിവസം കിട്ടി? 253 തൊട്ട് 256 വരെയാണ് നമ്പർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 256 253 കുറച്ചു. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 കൂട്ടുക. 3 കിട്ടി, 3ൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 4 കിട്ടിയില്ലേ? അപ്പോൾ 4 ഉത്തരം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നോക്കാം. 253 തൊട്ട് ബുക്കിന് നമ്പർ ഇട്ട് കൊടുക്കാം. 253, 254, 255, 256 എത്ര ബുക്കുണ്ട്? 4 എണ്ണം ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ബുക്കുകളായതുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ട് നോക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഈ മെത്തേഡാണ് നല്ലത്. ഇങ്ങനെ ബുക്കിൻ്റെ നമ്പറിൻ്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ 1 കൂട്ടുക. ഇനി ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. 421 മുതൽ 430 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് എങ്ങനെ കാണാം? 430 - 429 കിട്ടും. അതിൻ്റെ കൂടെ 1 കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ 567 മുതൽ 573 വരെ എത്ര സംഖ്യകളുണ്ടെന്നാണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. കണ്ടോ? 6, അപ്പോൾ കിട്ടി. അതിൻ്റെ കൂടെ 1 കൂട്ടുക, 7. അടുത്തത് 890 മുതൽ 898 വരെ. 898 നിന്ന് 890 കുറയ്ക്കുക, അപ്പോൾ 8 കിട്ടും. അതിൻ്റെ കൂടെ 1 കൂട്ടുക, അപ്പോൾ 9. ഇനി അടുത്തത് ക്വസ്റ്റ്യനാണ് കായികമേള. മേരിയുടെ സ്കൂളിൽ നടന്ന ഉപജില്ലാ കായികമേളയിൽ ആദ്യ ദിവസം 199 ആൺകുട്ടികളും 204 പെൺകുട്ടികളും പങ്കെടുത്തു. 2ാം ദിവസം പുതുതായി 31 ആൺകുട്ടികളും 21 പെൺകുട്ടികളും പങ്കെടുത്തു. നമുക്കതൊന്ന് ജസ്റ്റ് റഫായിട്ട് ചെയ്ത് നോക്കാം. ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 199, പിന്നെ 31 പുതിയതും, അപ്പോൾ 230. പെൺകുട്ടികളുടെ എണ്ണം 204, പുതിയ 21, 225 ഉണ്ട്. അപ്പോൾ ആകെ എത്രയുണ്ട്? 230 ആൺകുട്ടികളും 225 പെൺകുട്ടികളും കൂടി 455 പേരുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മേളയിൽ മൊത്തം പങ്കെടുത്തവർ എത്ര എന്നാണ്. അതാണ് നമ്മളിപ്പോൾ 455 ചെയ്തത്. ഇനി ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ? ആൺകുട്ടികളല്ലേ. ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം, ഇത് പെൺകുട്ടികളുടെ എണ്ണം. ആരോ കൂടുതൽ? ആൺകുട്ടികൾ. ഇനി 951 മുതൽ 989 വരെ ചെസ് നമ്പറുകളാണ്, ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയത്. എങ്കിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർ എത്ര? അപ്പോൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തവർ 951 തൊട്ട് 989 വരെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. അതിൻ്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ 39 ബുക്കിൻ്റെ നമ്പർ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക്. താങ്ക് യു.